ടി.പി. ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം കേരളം ഞെട്ടിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കൊലപാതക കേസായിരുന്നു പെരിയ ഇരട്ട കൊലപാതക കേസ്. കാസർഗോഡ് പെരിയ എന്ന് പറയുന്ന സ്ഥലത്തെ കല്യാട്ടുള്ള രണ്ട് കുട്ടികൾ എന്ന് വിളിക്കാവുന്ന ആളുകൾ, ഒരാൾക്ക് 19 വയസ്സും ഒരാൾക്ക് 22 വയസ്സും, ശരത്ലാലും കൃപേഷും, ഈ രണ്ട് പേരെയും അവിടെയുള്ള CPM ആളുകൾ, CPMൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളിൽ 8 പേർ കൂടിച്ചേർന്ന് തന്നെ വെട്ടിക്കൊന്നു. ആ വെട്ടിക്കൊല്ലാനുള്ള കാരണം KV കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരാളുടെ ഫ്ലക്സ് വെച്ചു, ആ ഫ്ലക്സ് ബോർഡ് നശിപ്പിക്കപ്പെട്ടു എന്നത് സംബന്ധിച്ച ഒരു തർക്കമാണ് ഇത്തരം കൊലപാതകത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ നിർധന കുടുംബത്തിലെ ആളുകളാണ്. ഒരു ബൈക്കിൽ സഞ്ചരിച്ച് തിരിച്ചു വരവെയാണ് പീതാംബരൻ എന്ന് പറയുന്ന CPMൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ഈ 8 പേരും ചേർന്ന് കൊലപ്പെടുത്തിയത്. ബാക്കിയുള്ളവരൊക്കെ സാധാരണ തൊഴിലാളികളൊക്കെ ആയിരുന്നു. പീതാംബരൻ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു, അവിടുത്തെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തെ ഇതിനിടയിൽ ആരോ ആക്രമിച്ചു എന്നുള്ളതാണ് ഇതിന് പ്രകോപനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ കേസിൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ചരിത്രപരമായൊരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. വിധി കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു, പക്ഷേ ഇന്നാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. ഈ കേസിൽ 24 പ്രതികളുണ്ടായിരുന്നു. ആ 24 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് CBIയുടെ സ്പെഷ്യൽ കോർട്ട് ജഡ്ജി കണ്ടെത്തിയിരിക്കുന്നു. ശേഷാദ്രിനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ കാര്യമെന്ന് പറയുന്നത്, ബാക്കി 10 പേരെ വെറുതെ വിട്ട് 14 പേരെ ശിക്ഷിച്ചു. 14 പേരിൽ ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള 8 പേർക്ക് 8 പേർക്കും പിന്നെ ഗൂഢാലോചന കേസിൽ പങ്കെടുത്തിട്ടുള്ള 2 പേർക്കും അടക്കം 10ഓളം പേർക്ക് ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് 5ഉം 2 കൊല്ലമൊക്കെ വീതം ശിക്ഷകൾ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സാധാരണ നമുക്കറിയാം ചന്ദ്രശേഖരൻ വധക്കേസിൽ പോലും കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ഒരു ഏരിയ കമ്മിറ്റി മെമ്പറാണ് അതിൽ ഏറ്റവും പ്രധാനിയായി കേസിൽ ഉൾപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടത് CPMൻ്റെ എങ്കിൽ ഈ കേസിൽ അങ്ങനെയല്ല. ഈ കേസിൽ KV കുഞ്ഞിരാമൻ എന്ന് പറയുന്ന മുൻ ഉദുമ MLA അടക്കം, 2 പ്രാവശ്യം MLA ആയിരുന്ന ആളടക്കം, പിന്നെ CPMൻ്റെ മണികണ്ഠൻ എന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഏരിയ കമ്മിറ്റി നേതാവും അടക്കം, രാഘവൻ വെളുത്തോളി എന്ന് പറയുന്ന LC സെക്രട്ടറി അടക്കം, പിന്നെ നേരത്തെ പറഞ്ഞ മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള പീതാംബരൻ അടക്കമുള്ള ആളുകളെല്ലാവരും തന്നെ ശിക്ഷയ്ക്ക് വിധേയരായിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത് വളരെ അത്യപൂർവമായിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം നമുക്കെല്ലാം അറിയാം. കേരളത്തിൽ CPM ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ CPMും പോലീസും ഒക്കെ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് CPM കൊടുക്കുന്ന പ്രതികളെയാണ് എടുക്കുക. പലപ്പോഴും അത് ആരാണ്, പേരെന്താണെന്ന് പോലും CPM ഒന്നും നോക്കാറില്ല. ഇപ്പോൾ CITയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ CITയിലെയോ കെട്ടിട നിർമ്മാണ തൊഴിലാളികളെയോ ഏതെങ്കിലും 5ഓ 6ഓ തൊഴിലാളികളോട് പിടികൊടുക്കാൻ പറയും. അതും 1 മുതൽ 4 വരെയുള്ളവരോ അല്ലെങ്കിൽ 5 വരെ 12 വരെയുള്ളവർക്കോ എത്ര പ്രതികളെ വേണമെന്ന് പറഞ്ഞാൽ പ്രതികളെ സപ്ലൈ ചെയ്യും. ആ പ്രതികളിങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ, പ്രതികൾ മിക്കവാറും ആ സമയത്ത് വേറെ എവിടെയെങ്കിലും പിന്നെ സിനിമ കണ്ടുകൊണ്ടിരുന്നതായിരിക്കും, വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്തവരായിരിക്കും. അപ്പോൾ അങ്ങനെ പോലീസുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈ കേസുകളെല്ലാം തന്നെ വിട്ടുപോകും. സാധാരണ ഇത്തരത്തിൽ ശിക്ഷ നടപ്പാക്കാറില്ല. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2019 ഫെബ്രുവരി 17-ാം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ആ കൊലപാതകം രാത്രി 7:45 നടന്നതിന് ശേഷം യഥാർത്ഥ പ്രതികളെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ട് പോലും ഈ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം നടത്തി ഈ കേസിൽ നിന്ന് പ്രതികളെല്ലാവരും തന്നെ വിട്ടുപോയാൽ, ഇത് എൻ്റെ അഭിപ്രായമല്ല, ജഡ്ജി തന്നെ പറഞ്ഞേക്കുന്ന അഭിപ്രായമാണ്. പക്ഷെ എന്നിട്ട് പോലും ഇത് ഏറ്റവും ഒടുവിൽ CBIക്ക് വിടണം എന്ന് പറയുന്ന വലിയ ആവശ്യവുമായി ഈ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഒക്കെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചു. ഈ കോടതിയെ സമീപിച്ചപ്പോൾ നടന്ന കാര്യം എന്താണെന്നറിയട്ടെ, നമ്മുടെ മഹത്തായ LDF ഗവൺമെൻറ് അവരുടെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ ടാക്സ് കൊടുക്കുന്ന പണത്തിൽ നിന്ന് 1,14,00,000 രൂപ എന്ന് പറഞ്ഞാൽ 114 ലക്ഷം രൂപ എടുത്ത് ഈ പറയുന്ന ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വമ്പൻ അഡ്വക്കേറ്റ്സ്മാർക്കൊക്കെ കൊടുത്തു. അതായത് ഇത് CBIക്ക് വിടാതിരിക്കാൻ വേണ്ടി. ആദ്യം സിംഗിൾ ബെഞ്ചിൽ ചെന്നു, പിന്നീട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ചെന്നു, അതിനുശേഷം ഇത് സുപ്രീം കോടതി വരെ കേരള ഗവൺമെൻറ് കേസ് നടത്തി. നിങ്ങൾ അറിയേണ്ടത്, ഒരു സാധാരണക്കാരന് നീതി കിട്ടാൻ വേണ്ടിയിട്ടല്ല, പകരം ഈ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതകികളെ രക്ഷപ്പെടുത്താൻ അവർക്കെതിരെയുള്ള ഒരു അന്വേഷണം CBI അന്വേഷിക്കരുതെന്നും ഞങ്ങൾ തന്നെ ഘനഗംഭീരമായിട്ട് അന്വേഷിച്ച് ഞങ്ങൾക്കിഷ്ടമുള്ള ആളുകളെ ശിക്ഷിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ കേസെടുത്ത് ഈ കോടതികളിലേക്ക് പോയത്. അപ്പോൾ അതിനെല്ലാറ്റിനും ഒടുവിൽ, അതായത് CPMൻ്റെ വലിയ ശക്തിയും മൈറ്റും ഗവൺമെൻറ്റിൻ്റെ മസിൽ പവറും ഒക്കെ ഉപയോഗിച്ചിട്ട് പോലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന 24 പ്രതികളിൽ 14 പേരെയും ശിക്ഷിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്
അഡ്വക്കേറ്റ് അസഫ് അലി എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ UDF ഗവൺമെൻറ് സ്ഥലത്തായിരുന്ന അദ്ദേഹം അടക്കം ഇതിൽ വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. കൂടാതെ ഒരാളെ കൂടി മറന്നു കളയരുത്, CBIയുടെ പ്രോസിക്യൂട്ടറായിട്ടുള്ള ആൾ പോലും വളരെ ആത്മാർത്ഥമായി ഈ കേസിൽ പ്രതികൾക്കെതിരെ വാദിച്ചു. അദ്ദേഹം ഒരു വിധത്തിലുള്ള പ്രലോഭനങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള വിശേഷങ്ങൾക്കോ ഒന്നും തയ്യാറാകാതെ തന്നെ അദ്ദേഹം കൃത്യമായി വാദിച്ചു. പിന്നെ കുറച്ചു പേരെ ഈ കേസിൽ പ്രതിയാക്കിയത് അവർ ബലമായി പോലീസിൻ്റെ നിന്നും പ്രതികളെ ഇറക്കുകയും ആ പ്രതികൾ ആ സമയത്ത് ധരിച്ചിരുന്ന ഷർട്ടും ബാക്കിയുള്ള തെളിവുകളും അടക്കം നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ്. കൂടാതെ ഗൂഢാലോചന കുറ്റം ചാർത്തിയവർ പോലും ഇതിൽ പ്രതികളാകുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ചരിത്രപരമായ വിധിയാണ്. ചില ലാപ്സസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ 4 പ്രതികൾക്ക് അതിൽ ജാമ്യം കിട്ടിയവർ ഇപ്പോഴും പുറത്തുവിടുകയാണ്. യഥാർത്ഥത്തിൽ ആ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഇവരെ കുറ്റക്കാരാണെന്ന് വിധിച്ചു കഴിഞ്ഞാൽ ആ ജാമ്യം റദ്ദാക്കേണ്ടതാണ്. പക്ഷെ ജാമ്യം റദ്ദാക്കിയിട്ടില്ല, അവരിപ്പോഴും പുറത്തു തന്നെ തുടരുകയാണ്. ഇതുകൊണ്ട് ഈ കേസിൽ എല്ലാമായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതിന് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും, സുപ്രീം കോടതി വരെ കേസ് നടത്തപ്പെടും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ 2 കാര്യങ്ങൾ കൊണ്ട് ഈ വിധി സുപ്രധാനമാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞ TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കരുത്തുകൊണ്ടും അവരുടെ പവർ ബലം കൊണ്ടും അവരുടെ അധികാര ബലം കൊണ്ടുമൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്ന കേസുകളിലൊന്നായി ഈ പറയുന്ന മാറുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ മുതൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ വരെയുള്ള 4 പ്രധാനപ്പെട്ട നേതാക്കളെ ശിക്ഷിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരു കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വാടക കൊലയാളികളായിരുന്നു. അപ്പോൾ അത്തരത്തിൽ CPM ഇതിൽ യഥാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു. ഇന്ന് അവരെ കാണാൻ വേണ്ടി നമ്മുടെ CN മോഹനൻ എന്ന് പറയുന്ന എറണാകുളം ജില്ലാ സെക്രട്ടറി തന്നെ കോടതിയിൽ എത്തിയിരിക്കുന്നു പ്രതികളെ കാണാൻ. കാരണം അവരെല്ലാം CPMക്കാരാണ് എന്നുള്ളത് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ നമ്മൾ CPMന്റെ കാര്യത്തിൽ ഈ പറയുന്ന അവരുടെ മുഖം മൂടി വലിച്ചു കീറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഇത്തരത്തിലുള്ളൊരു കേസിൽ അവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത്, സാധാരണ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ CPMന്റെ കൊലക്കത്തിക്കരയായാൽ പിന്നെ അവരുടെ വീടുകളിലേക്കൊന്നും തിരിഞ്ഞു നോക്കാറില്ല, അവരെ ആരെങ്കിലും സഹായിക്കാറില്ല. പക്ഷെ CPMനൊക്കെ അങ്ങനെയല്ല, RSSനൊക്കെ അങ്ങനെയല്ല. അവർ കൃത്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ആ വീട് നോക്കുകയും അതിന് നഷ്ടപരിഹാരമായി കോടികളൊക്കെ തന്നെ കൊടുക്കുകയൊക്കെ ചെയ്യും. ഇപ്പം അഭിമന്യു കൊല്ലപ്പെട്ടത് നമുക്കറിയാം, തൃപ്പൂണിത്തുറയിൽ വിദ്യാധരൻ കൊല്ലപ്പെട്ടതറിയാം. ഇവരുടെ വീടുകളിലേക്കൊക്കെ തന്നെ അവരുടെ വീടുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയ തോതിലുള്ള ഒരു പണം സമാഹരിച്ച് അവരുടെ കുടുംബങ്ങൾക്ക് കൊടുത്തു. അഭിമന്യുവിൻ്റെയൊക്കെ ഏതാണ്ട് പകുതിയാണ് കൊടുത്തത്. പക്ഷെ അതുപോലും ആ കുടുംബത്തിന് ഒരു വലിയ അനുഗ്രഹമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുകയും ഈ കേസ് നടത്താനായിട്ട് വലിയ തോതിൽ താല്പര്യമെടുക്കുകയും കോൺഗ്രസ് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനും പോലെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരടക്കമുള്ള ആളുകൾ വലിയ തോതിൽ അതിലേക്ക് സംഭാവന ചെയ്തു. ഒന്ന്. രണ്ടാമത്തേത്, അവരുടെ ഈ ശരത്ലാലിൻ്റെയും കൃപേഷും ഒക്കെ വളരെ നിർധന കുടുംബങ്ങളിൽ നിന്നാണ്. ആ കുടുംബങ്ങളിൽ വലിയ അവരുടെ വീട് പണിയുന്നതിന് സഹായിച്ചു, സഹോദരിയുടെ കല്യാണം നടത്തുന്നതിന് സഹായിച്ചു. ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നടത്തിക്കൊണ്ട് തന്നെ നിയമപരമായി CPMനെ പ്രതിരോധിക്കാനും സ്വന്തം പാർട്ടിയിൽ രക്തസാക്ഷികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങും തണലുമായി നിൽക്കാനും കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത്, അത്തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് CPMന് വലിയ തിരിച്ചടി ഈ പറയുന്ന പോലെ കിട്ടിയത്. യഥാർത്ഥത്തിൽ കാസർഗോഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല കാരണങ്ങളുണ്ടായിരുന്നു തോൽക്കാനെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ശരത്ലാലിൻ്റെയും ഈ കൃപേഷിൻ്റെയും ഒക്കെ നേരത്തെ പറഞ്ഞ ജീവൻ ബലി കൊടുത്തുകൊണ്ടുള്ള രക്തസാക്ഷിത്വം കൂടി ഒരു കാരണമായിരുന്നു കോൺഗ്രസിന് വേണ്ടിയുള്ളത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലല്ല, ഏതാണ്ട് 2019. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതിനാണ് ഇപ്പോൾ ഈ വിധി വന്നേക്കുന്നത്. പക്ഷേ ഇത് അവസാന വാക്കാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ വിധികൾ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ചോദ്യം ചെയ്യപ്പെട്ടാൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ ചിലപ്പോൾ ശിക്ഷ കൂടാം എന്നുള്ള ഒരു ഉദാഹരണം കൂടി നമുക്ക് ഇതിനു മുമ്പിലുണ്ട്, TP ചന്ദ്രശേഖരൻ വധക്കേസിലൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇനിയും ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ എന്താണെങ്കിലും ഈ വിധി, അതായത് പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട് വളരെ നിഷ്പക്ഷമായി ആ ജഡ്ജി പാസ്സാക്കിയിട്ടുള്ള വിധി, ഏതാണ്ട് 300 പേജുകളിലടക്കം പോലുള്ള വിധി എന്ന് പറയുന്നത്
തീർത്തും സ്തുത്യർഹമാണ്. നമ്മുടെ നിയമവ്യവസ്ഥക്ക് ഒരാശയും തീർച്ചയായിട്ടും ആളുകൾക്ക് ആശ്രയിക്കാൻ കഴിയുന്നൊരു കാര്യമാണെന്നും വലിയ ഈ പറയുന്ന പോലെ അധികാരം കൊണ്ടും ശക്തി കൊണ്ടും അതുപോലെ സംഘടനാ ബലം കൊണ്ടുമൊക്കെ അതിനെ അട്ടിമറിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെയും പ്രത്യാശയുടെ കിരണം ചാർത്തി തരുന്ന ഒരു വിധിയാണിത്.